ഞാൻ പറയുന്നത് നമ്മുടെ വാലിബൻ എന്ന് പറയുന്നത് ഫെരാരി എഞ്ചിൻ വെച്ച് ഓടുന്നൊരു വണ്ടിയല്ല. ഇതൊരു മുത്തശ്ശി കഥയുടെ വേഗത മാത്രമുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒളിപ്പിച്ചിരിക്കുന്ന വലിയ കാഴ്ചകളുണ്ട്, പക്ഷെ അതിൻ്റെ വേഗത 100% അപ്പം അത് നമ്മൾ ഇനീഷ്യൽ നമ്മൾ ഇൻ്റർവ്യൂസിലെല്ലാം ഒരുപോലെ ഞങ്ങളുടെ ടീം മുന്നോട്ട് വെച്ച കാര്യം തന്നെയാണ്. അപ്പം അതിന് എന്താ പറയുക, അതിൻ്റെ വേഗത പോരാന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഇത് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വേറൊരുത്തിൻ്റെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുതല്ലോ. നമ്മുടെ കാഴ്ച മാത്രമാണ്. അതായത് നമ്മുടെ രുചി എന്ന് പറയുന്നത് വേറൊരാളുടെ നാവിന് കിട്ടിയ രുചിയാവരുത്, നമ്മുടെ രുചി മാത്രമാണ്. കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണത്. മറ്റൊരുത്തിന്റെ കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എന്റർടൈൻമെന്റായി മാറരുത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ മറ്റുള്ളവർ പ്രതികരിക്കുന്നു, മറ്റുള്ളവർ പറയുന്നതുമായിട്ടുള്ള ക്രിറ്റിസിസം മാത്രവും നമ്മുടെ കാഴ്ചയ്ക്ക് അടിസ്ഥാനം അല്ല. ഞാൻ പറയുന്നത് ഇത് രാവിലത്തെ ഷോസ് രൂപപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട്. അത് എപ്പോഴും സത്യമാണോന്നില്ല. അത് രാവിലെ 6 മണിക്കും 6:30ക്കും കാണുന്ന ഒരു ഓഡിയൻസും വൈകുന്നേരം വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടി വരുന്ന ഓഡിയൻസും രണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്ന ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് വരുത്തുന്നതാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത്. അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയും വളരെ ഇൻവോൾവ് ആണ് സോഷ്യൽ മീഡിയയും. നമുക്ക് നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിന് ഭയങ്കര ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ജനറലി നമ്മൾ കാണുന്ന പോസ്റ്റുകളും ആളുകളുടെ കമന്റ്സും ഇതെല്ലാം. അതായത് സോഷ്യൽ മീഡിയ ഒരു വാർ ഗ്രൗണ്ടായി മാറാണ്. വലിയ വൈരാഗ്യത്തോടു കൂടി ആളുകൾ ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം. എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ ഹേറ്റ്, ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. അത് എന്ത് ഗുണമാണ് ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്നത്, എന്ത് ഗുണമാണ് ഒരു സിനിമയ്ക്കോ ഒരു ഇൻഡസ്ട്രിക്കോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് ഡിപ്പെൻഡന്റ് ഓൺ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതിന്റെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടായിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് നമ്മുടെ സിനിമ എന്ന് ഞാൻ അവകാശപ്പെടുന്നു. അത് നമ്മൾ 1.5 വർഷമായിട്ട് വിശ്വസിച്ചൊരു സിനിമ ഒരു ദിവസം കാലത്തെ കുറച്ചു പേരുടെ അഭിപ്രായം കൊണ്ട് ഞങ്ങളിൽ മാറില്ല. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്റെയൊക്കെ ചെറുപ്പത്തില് നമ്മുടെ വീട്ടില് നമ്മുടെ അമ്മൂമ്മമാര് ഇരുന്നിട്ട് ഞങ്ങൾ ചുറ്റും ഇരുന്ന് കഥ കേൾക്കുന്ന ഒരു അനുഭവമുണ്ട് എനിക്ക്. അപ്പൊ അത്തരത്തിലൊരു അനുഭവം ഇല്ലാത്ത ഒരു ജനറേഷനിൽ കൂടെയാണ് ഇനി വരുന്ന ജനറേഷൻസ് ഒരിക്കലും അത്തരത്തിലുള്ളൊരു അനുഭവം കിട്ടാൻ പോകുന്ന ആളുകളല്ല. അപ്പൊ അന്നത്തെ കഥകൾക്ക് കുട്ടികളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതില് ഉണ്ടാവുന്ന അതിമാനുഷികരായിട്ടുള്ള ഹീറോസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങള്, എന്താണ്, ഭൂതങ്ങളുടെ കഥ, നിധിയുടെ കഥ, കള്ളന്മാരുടെ കഥ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് കഥകൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു അനുഭവം എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എനിക്ക് തോന്നുന്നു അത്തരം ഒരു ചെറിയ കുട്ടിക്ക് വേണ്ടി ഞാൻ കൊടുത്തൊരു ട്രിബ്യൂട്ട് പോലൊരു സിനിമയാണത്. അപ്പൊ ആ കഥ കേൾക്കുന്ന ഒരു സുഖം ഉണ്ടാക്കാൻ ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് കഴിയും. അപ്പൊ അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഇതൊരു അബദ്ധമല്ല ഒരിക്കലും. ഇത് നമ്മൾ ഓരോരുത്തരും അഭിപ്രായം പറയുന്ന പോലെയാണ്. എന്റെ കാഴ്ച എന്ന് പറയുന്നത്, ഞാൻ കണ്ടിരിക്കുന്ന കാഴ്ച എനിക്ക് വേറെ ആളുടെ അടുത്തത് വാക്കുകളിലൂടെ വിവരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് വിഷ്വൽസിലൂടെ പകരാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ടിനുവിനെ സംബന്ധിച്ച് ടിനു ഫിലിം മേക്കറെന്നും എൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളെന്നുള്ളതിലുപരി ഒരു എക്സൈറ്റിംഗ് സിനിമ കാണാൻ വളരെ ആഗ്രഹമുള്ള ഒരു ഓഡിയൻസിൽ പെട്ട ഒരാൾ കൂടിയാണ്. അപ്പൊ അത്തരത്തിലൊരാള് ഉള്ളിൽ തട്ടി ഒരു അഭിപ്രായം പറഞ്ഞാണ്. അതിനകത്ത് വേറെ ഒന്നുമില്ല. അതിപ്പോ എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം അത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിക്കും. പക്ഷെ അത് ടിനുവിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ. അത് ഗുണം ഇതൊക്കെ നമ്മളൊരു ലിറ്ററൽ മീനിങ്ങിൽ ഇതൊക്കെ എടുത്തു തുടങ്ങിയാൽ എന്ത് ചെയ്യും? അതായത് നോ പ്ലാൻസ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ ഷർട്ട് മാറാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ചെയ്യാൻ പറ്റും എനിക്ക്. അപ്പൊ അതുപോലെ ഒരു വളരെ സിമ്പിൾ ആയിട്ടൊരു ഒപ്പീനിയൻ മേക്കിംഗ് ആണ് അത്. അതിന്റെ ലെവലിൽ എടുത്താൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിൽ അത്തരത്തിലുള്ള എക്സൈറ്റ്മെന്റുകൾ ഉറപ്പായിട്ടും ആ സിനിമയ്ക്കകത്തുണ്ട്. സിനിമയുടെ മൊത്തത്തിലുള്ള അവസ്ഥയല്ല, അതായത് മനുഷ്യരിൽ നമ്മുടെ മൊത്തത്തിലുള്ള അവസ്ഥയെ ബാധിക്കുന്നുണ്ട്. അത് ഇത്രയും വൈരാഗ്യത്തോടു കൂടി നമ്മൾ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. രാവിലെ തുറന്ന നമ്മൾ അത്രയും ഹെയ്റ്റ് ആണ് ആൾക്കാർ സ്പ്രെഡ് ചെയ്യുന്നത്. അതിന് മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സമൂഹത്തിൽ. അതായത് ഞാൻ പറയുന്നു, ഈ
ചിറ്റി വെച്ച് മറ്റേ തലയോട്ടി അടിച്ച് തകർക്കണ ഹീറോ അല്ല നമുക്ക് വേണ്ടത്. ഒരു തർക്കമില്ല അതിനകത്ത്. അതായത് എത്ര പേരെ കൊന്നു എന്ന് കണക്കെടുക്കാനും ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു വീഴ്ത്തിയും അതിന് ഇടയിൽ കൂടെ ബ്ലഡിനകത്ത് കൂടെ നടന്നു പോകുന്ന ഹീറോ ഒരിക്കലും നമുക്ക് പാടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അത് ചിറ്റി ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടാക്കി തുടങ്ങി തോന്നുന്നു. എല്ലാത്തിനും പലതരത്തിലുള്ള ചിറ്റിക. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് നമുക്ക് ഉറപ്പായിട്ടും ഹേറ്റഡ് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇതിലേക്ക് വരുമ്പോൾ. എസ്പെഷ്യലി ആഫ്റ്റർ കൊറോണ, പോസ്റ്റ് കൊറോണ നമ്മളെല്ലാവരും ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹമാണ്. അതായത് ഇന്ത്യ വേൾഡ് എന്നുള്ള നിലയിൽ ഇപ്പോൾ കേരളം എന്നുള്ള നിലയിൽ നമ്മൾ അത്രയും വലിയൊരു പ്രളയം കടന്നു പോകുന്ന ആളുകളാണ്. അത് കഴിഞ്ഞ് കൊറോണ പോലെ ഇത്രയും വലിയ ഒരു ഇവന്റ് കഴിഞ്ഞ് വന്ന ആളുകൾ എന്തിനാണ് ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് നിസ്സാരമായി മനസ്സിലായ കാര്യം മാത്രമാണല്ലോ. അതായത് നമുക്ക് ആകെ വേണ്ടത് ജസ്റ്റ് കുറച്ച് ഭക്ഷണവും കിടന്നുറങ്ങാൻ ഒരു സ്ഥലവും മാത്രം മതി എന്ന് മനസ്സിലായ ആളുകളാണ് നമ്മൾ. എന്നിട്ടും ഇതിന് മാത്രം വൈരാഗ്യവും വിദ്വേഷവും ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ഒരു തരത്തിലും എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ വിചാരിക്കണം, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്, അത് മറ്റൊരുത്തിന്റെ വാക്ക് എന്തിന് നമ്മൾ അടിസ്ഥാനമാക്കണം നമ്മുടെ സിനിമ ആസ്വാദനത്തിന്. 10 സിനിമ മാത്രം പ്രായമുള്ള ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് എൻ്റെ സിനിമ കാഴ്ചയിൽ എൻ്റെ സിനിമ അനുഭവത്തിൽ നിന്നും മൊത്തം ഒരു കൂട്ടിവെച്ച ഒരു സിനിമയാണ് 10ാമത് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അടുത്തേക്ക് പോകുമ്പോൾ ഇതിൽ നിന്നുള്ള അനുഭവം കൂടി കൂട്ടിച്ചേർന്ന് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു സിനിമയിൽ ഞാൻ ഏറ്റവും വിശ്വസിച്ച് തന്നെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ എൻറ്റയർ ടീം ഇതിനുവേണ്ടി അത്രയ്ക്കധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കലും മലയാളിക്ക് ഒരു മോശം സിനിമ സമ്മാനിക്കാനല്ല, അത് തിയേറ്ററിൽ കാണുന്നത് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 28 ദിവസമാണ് ഉള്ളൂ നമുക്ക് അത് തിയേറ്ററിൽ കാണാൻ. അല്ലെങ്കിൽ പിന്നെ അത് 10-20 വർഷം കഴിഞ്ഞ് വേറെ ആരെങ്കിലും അത് റിലീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആൾക്കാർക്ക് അത് തിയേറ്ററിൽ കാണാൻ ഒരു അവസരം ഉണ്ടാവും. അപ്പൊ ഈ 28 ദിവസം നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ എന്താണ് LJP ഒക്കെ പോട്ടെ, ലിജോ ജോസ് പെല്ലിശ്ശേരി, ലിജോ എന്നുള്ളൊരു സംവിധായകനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ വാക്ക് വിശ്വസിക്കണം. സിനിമ കാണണം നിങ്ങൾ തിയേറ്ററിൽ തന്നെ. എൻ്റെ കാഴ്ചയാണ് ഞാൻ ആളുകൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അത് ഇന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി, മറ്റേ ആൾ കാണണ്ട എന്നൊന്നുമില്ല അതിനകത്ത്. ഇപ്പൊ അങ്ങനെ എലിവേറ്റഡ് ആണ് എൻ്റെ കാഴ്ച എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും അത്. ചില സമയം നമ്മള് അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഒന്നുകൂടി സ്ട്രെസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ലൈറ്റർ ആക്കാറുണ്ട്. ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും നിസ്സാരമായ ആൾക്കാർക്ക് ഏറ്റവും നിസ്സാരം ആയിട്ട് മനസ്സിലാവുന്ന ഒരു ലൈൻ മാത്രമേ ഈ സിനിമയ്ക്കകത്തുള്ളൂ. ഈ സിനിമ ഞാൻ പറയുന്നത് ഇതിന് മുൻപോട്ടും പുറകോട്ടും ഒക്കെ സഞ്ചരിക്കേണ്ട തരത്തിൽ വലിയൊരു സ്പേസ് ആണ്. അപ്പൊ അത് മുഴുവൻ റിവീൽ ചെയ്യാനോ ഉള്ള സമയം ഈ സിനിമയ്ക്കകത്തില്ല. അത് എന്താണ് അതിന്റെ എക്സ്റ്റൻഷൻ കൊണ്ടുവന്ന് ഇതിലേക്ക് തള്ളിക്കയറ്റാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് അങ്ങനെ ഒരു സിനിമ എടുത്തു സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് അനൗൺസ് ചെയ്തതല്ല. പക്ഷെ ഈ സിനിമയ്ക്ക് മുന്നോട്ടും പുറകോട്ടും സഞ്ചരിച്ചാലാണ് ഇതിന്റെ വേൾഡ് കൃത്യമാവുള്ളൂ എന്നുള്ള ധാരണയെന്നാണ് കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പല കഥാപാത്രങ്ങൾക്കും പൂർണ്ണതയില്ലാതെ തോന്നുന്നത് അത് ഇനിയുള്ള എക്സ്റ്റൻഷന് വേണ്ടിയിട്ടാണ്. പക്ഷെ അപ്പോഴും ഇതിനെല്ലാം ആധാരം ഈ സിനിമ കൃത്യമായിട്ട് തിയേറ്ററിലും മറ്റിടങ്ങളിലും വളരെ കൃത്യമായിട്ട് വർക്കാവുക, ഇതിന് പുറകിൽ നിന്നിരിക്കുന്ന നമ്മുടെ പ്രൊഡക്ഷൻ, ഇപ്പോ ഷിബു ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്, കൊച്ചുമഞ്ചായന്റെ സെഞ്ചുറി ഫിലിംസ്, മാക്സ് ലാബ്, ഇപ്പൊ നമ്മുടെ തന്നെ കമ്പനി ഇതിന്റെ ഭാഗമാണ്. അപ്പോ അതായത് അവരെല്ലാം അത്രയും സപ്പോർട്ടിങ് ആയിട്ട് നമുക്ക് ഈ പ്രൊഡക്ഷന് നിന്നിട്ടുണ്ട്. കാരണം അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു. അതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഓരോ എലമെന്റും അത് ഏത് ഇൻഡസ്ട്രീനോടും നമുക്ക് കമ്പയർ ചെയ്യാവുന്ന തരത്തിൽ ഉള്ള ടെക്നിക്കൽ ക്ലെൻലിനെസ് അതിന് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും. അപ്പൊ ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പറയുന്നത്. ഓക്കെ, അതല്ല. അതായത് ഇപ്പോ അവസാനം സിനിമ കൊണ്ട് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പൊ അയ്യനാറുടെ കഥാപാത്രം അവസാനിക്കുന്നില്ല. പക്ഷെ അതിനാ തുടർച്ച ഫീൽ ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് അത്തരത്തിൽ കൊണ്ട് നിർത്തിയിട്ടുള്ളത്. അതല്ലാതെ ഇത് പൂർണ്ണമല്ലാന്ന് ഉള്ള ഇതിന്നല്ല. അത് ആൾക്കാർക്ക് ആ 2ാം ചാപ്റ്ററിലേക്കുള്ള മുന്നോട്ട് പോക്ക് കൃത്യമായിട്ട് കിട്ടാൻ തന്നെയാണ്. ഇപ്പൊ ഇതെല്ലാം ഈ എന്താ പറയാ
ഇത് ഒരു സിനിമയുടെ എന്താണ് റിസൾട്ട് തന്നെയാണ് അതിലേക്ക് ലീഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. നമ്മൾ ആക്ച്വലി ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഇതിന്റെ എക്സ്റ്റൻഷനും ഇതിന്റെ എന്താണ് ഒരു പ്രീ എപ്പിസോഡ് അല്ലെങ്കിൽ പ്രീ ആൻഡ് പോസ്റ്റ് എപ്പിസോഡ്സ് എന്നൊക്കെ പറയുന്നത് അത്രയും എക്സ്റ്റെൻസീവ്ലി ബിഗർ ആയിട്ടുള്ള ക്യാൻവസിൽ കഥ പറയേണ്ട ഇതുകളാണ്. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി അത് കൃത്യമായിട്ട് അത് സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അതിലേക്കൊന്നും സഞ്ചരിക്കാൻ കഴിയില്ല. എവ്രി വൺസ് കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറയുന്നത് അതൊന്നും നമ്മൾ ഒരിക്കലും ഒരാള് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു വാചകമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ബുദ്ധിമാനും നിങ്ങളൊക്കെ ബുദ്ധി ഇല്ലാത്തവരെന്നല്ലേ എന്നർത്ഥം. എന്തിനാണത്? എല്ലാ ഓഡിയൻസിനും ഒരുപോലെ ബുദ്ധിയുള്ള ആൾക്കാരാണ്. അവരുടേതായ രീതിയിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ആസ്വദിക്കാനും ഉള്ള കേപ്പബിലിറ്റി ഉള്ള ആളുകൾ തന്നെയാണ് ഇവിടെ സിനിമ കാണുന്നത്. അപ്പൊ നമ്മൾ ഇറ്റ്സ് നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമാനാവാൻ ആരും ശ്രദ്ധിക്കണ്ട. അപ്പൊ നമ്മളും പറയുന്നില്ല അത്. നമ്മൾ ഇറ്റ്സ് എ വെരി സിമ്പിൾ സ്റ്റോറി എന്ന് തന്നെയാണ് അതിനെപ്പറ്റി പറയുന്നത്. അല്ല, അങ്ങനെയല്ല. അതായത് നമ്മൾ ഒരു സിനിമ കഴിയുമ്പോൾ ഏറ്റവും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നിൽ വരുന്ന പ്രോജക്റ്റിൽ നിന്നൊന്നാണ് ഞാൻ തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പൊ അതില് ഒരു സ്റ്റാർ വേണോ സ്റ്റാർ വേണ്ടയോ എന്നുള്ളതൊന്നും മിക്കപ്പോഴും മാറ്റർ ആവുന്നില്ല. ഇത് നമ്മൾ ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്ത് വന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നില്ല. അത് രൂപപ്പെടുന്ന സമയത്ത് അത് പെട്ടെന്ന് ഇവോൾവ് ആയിട്ട് പ്രൊജക്റ്റാണ്. അപ്പോൾ ഞാൻ എഴുതിയിരുന്ന ഒരു കഥയുടെ ഒരു പ്ലോട്ട് ലൈൻ നമുക്ക് ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് കൂടുതൽ വലുപ്പത്തിൽ പറയാവുന്ന ഒരു സ്പേസ് ഉണ്ടായി. മാത്രമല്ല എനിക്ക് തോന്നുന്നു ആളുകൾ കുറച്ചുകൂടി, അതായത് ഈ ഭയങ്കരമായിട്ടുള്ള റിയലിസ്റ്റിൽ നിന്ന് കുറച്ചൊന്ന് മാറി ഒരു പ്രോപ്പർ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നിനെ പറ്റി ആലോചിക്കാതെ, വേറെ ഒരു പൊളിറ്റിക്സും ആലോചിക്കാതെ, ഒന്നും ചിന്തിക്കാതെ ജസ്റ്റ് വാച്ച് എ സിനിമ ഇൻ തിയേറ്റർ, അതിനുവേണ്ടി തന്നെയാണ് ഇത് രൂപപ്പെടുത്തിയത്. അപ്പൊ ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട്, അല്ലാതെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ വട്ടവെത്തിയത് അല്ല. ഓക്കെ, അല്ല ആദ്യം ഇത് കണ്ടെല്ലാവരും ജീവിക്കണം, എന്നിട്ട് നമുക്ക് അതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അത് ഉറപ്പായിട്ടും നമ്മൾ അതിനെപ്പറ്റിയുള്ള ഒരുപാട് ഡിസ്കഷൻസ് നടത്തിയതാണ്. അത് ഒരു ഓൺഗോയിങ് പ്ലാൻ ആണ്. പക്ഷെ ഇത് ഒരു സാഹചര്യത്തിൽ തന്നെയാണ്, ഇങ്ങനത്തെ ഒരു എന്ത് സാഹചര്യം ഒന്ന് കൺസിഡർ ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. ഇത് ഈ ഫിലിമിന്റെ കാസ്റ്റിംഗ് നമ്മൾ ഡിസൈഡ് ചെയ്തപ്പോൾ അത് കുറച്ചുകൂടി ഒരു ഇന്ത്യൻ സ്വഭാവം, അതായത് പലതരത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള മുഖങ്ങൾ വേണമെന്ന് ഒരാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡാനിഷ് സൈറ്റിന്റെ വീഡിയോസ് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. എനിക്ക് ആ ആക്ടറുടെ കാലിബറിൽ 100% വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് അയാൾ അതിലേക്ക് വന്നത്. ഞാൻ ബിലീവ് ചെയ്യുന്നത് ഹിൽ ടേൺ ഔട്ട് ഇൻ ടു വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ ദ കൺട്രി. അത്രയും കാലിബറുള്ളൊരു ആക്ടറാണ്. ബാക്കി അതിനകത്ത് വന്നിരിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സഞ്ജന തേനമ്മയുടെ ക്യാരക്ടർ ചെയ്യുന്നത് എന്തൊരു മനോഹരമായിട്ടാണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത്. സോ വി ഹാവ് ടു കൺസിഡർ ഓൾ ദിസ്. പിന്നെ സൊനാലി വന്നിരിക്കുന്നു. സൊനാലി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ദ കൺട്രി. അപ്പോൾ നമ്മൾ അതുപോലുള്ള ഏറ്റവും ഹാൻഡ് പിക്ഡ് എലമെന്റ്സ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മനോജ് ചിന്നപ്പയ്യൻ അവതരിപ്പിക്കുന്ന, അയ്യനാരായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ ഹരീഷ് പേരടി ചേട്ടൻ എന്തൊരു മനോഹരമായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നു. സോ നമ്മൾ ഒരു ദിവസത്തെ അഭിപ്രായത്തിൽ മൊത്തം എല്ലാത്തിനെയും മുക്കിക്കളയരുത്. ഇതിന് പുറകിൽ പോയിരിക്കുന്ന ഇപ്പോൾ മേക്കപ്പ്, കോസ്റ്റ്യൂംസ്, ആർട്ട് വർക്ക് എത്ര മാസീവ് എഫേർട്ടാണെന്ന് വിചാരിക്കുന്നു. ഓരോന്നും സൗണ്ടിനും മ്യൂസിക്കിനും നമ്മൾ കൊടുത്തിരിക്കുന്ന സമയം അത്രയും ഡീറ്റെയിൽ ഉള്ള വർക്കാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും പോയിരിക്കുന്നത്. മ്യൂസിക്കിനെ പറ്റി പ്രത്യേകം എടുത്ത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്, പ്രശാന്തിന്റെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള 2 പേര് കൂടി, ഒന്ന് ശ്രീറാഗും രാകേഷ്. അതായത് തിരക്കഥയുടെ രൂപം, ഇപ്പോൾ ഉള്ള രൂപം നമ്മൾ വളരെ കാലം ഇരുന്ന് രൂപപ്പെടുത്തിയത് തന്നെയാണ്. തിരക്കഥയുടെ രൂപം ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ സഞ്ചരിക്കുന്ന ഒരു ജിപ്സി സംഘം, ജിപ്സി യോദ്ധാവിന്റെ വഴിയിലേക്ക് നമ്മൾ കയറുകയാണ് ഓഡിയൻസ്. ദാറ്റ് ഇസ് ഹൗ ഇറ്റ് സ്റ്റാർട്ട്സ്. അതായത് അയാള് ഒരുപാട് കാലമായിട്ട് ഒരു യോദ്ധാവായിട്ട് സഞ്ചരിച്ച് ഒരു അടിവാരത്തൂർ എന്നുള്ള സ്ഥലത്ത് വെച്ചാണ് നമ്മൾ അയാളെ കാണുന്നത്, ഓഡിയൻസ്. അവിടെ നിന്ന് അയാൾ പോകുന്ന ഓരോ ജേർണിയിലും ഓഡിയൻസ് കൂടെയുണ്ട്. അയാൾ കാണുന്ന ഓരോരുത്തരെയും നമ്മളപ്പോൾ പരിചയപ്പെടുന്നുണ്ട്.
അതാണ് തിരക്കഥയുടെ രൂപം. പിന്നെ നമ്മൾ ഇതിനൊരു എപ്പിസോഡിക്കൽ നേച്ചർ ഉണ്ട് കഥ പറച്ചിലിന്. അപ്പൊ അത് നമ്മൾ കണ്ടു പരിചയിച്ച തിരക്കഥയുടെ രൂപമല്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതാവണമെന്ന് എന്തുകൊണ്ട് വാശി പിടിക്കുന്നു? അതൊരു പുതിയ അപ്രോച്ച് ആയിക്കൂടെ? കഥ പറയാൻ നരേറ്റീവിന് ഏതെല്ലാം രൂപങ്ങൾ എടുക്കാം നമുക്ക്. എങ്ങനെയാണ് ഫ്ലാഷ് ബാക്സ് സിനിമയിൽ വന്നത്, എങ്ങനെയാണ് ഫ്ലാഷ് ഫോർവേഡ്സ് സിനിമയിൽ വന്നത്, എങ്ങനെയാണ് ജംപ് കട്ട്സ് സിനിമയിൽ വന്നത്, ഇതെല്ലാം ഓരോ കാലത്തായിട്ട് ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത രീതികളാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ നരേറ്റീവിനെ ഞാൻ കാണുന്നത്. സിനിമയുടെ വേൾഡ് ബിൽഡിംഗ് ആദ്യത്തെ 20-25 മിനിറ്റിലെ വേൾഡ് ബിൽഡിങ്ങിന് ശേഷം ഇയാളോടൊപ്പം സഞ്ചരിക്കുന്ന ഓരോ സ്ഥലത്തും സിനിമ വലുതാവുന്നുണ്ട്, കഥാപാത്രങ്ങൾ വലുതാവുന്നുണ്ട്, പുതിയ ഇവന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം കടന്ന് സിനിമയിലെ ഏറ്റവും വലിയ സീക്വൻസ് ആയിട്ടുള്ള മലൈക്കോട്ടൈ വോർ സീക്വൻസ് കഴിഞ്ഞ് നിൽക്കുന്ന യോദ്ധാവിന് ഇനി എൻ്റെ മുമ്പിൽ എന്താണെന്നുള്ള ക്വസ്റ്റ്യനിലാണ് നിൽക്കുന്ന അയാള്. പക്ഷേ അതിന്റെ തുടർച്ച എന്ന് പറയുന്നത് മുന്നിൽ വന്ന് നിൽക്കുന്ന പർവ്വതം പോലെയുള്ള ഒരു മല്ലനെയല്ല ഇയാൾക്ക് ബീറ്റ് ചെയ്യാനുള്ളത്, അത് സ്വന്തം മനസ്സിനെ തന്നെയാണ്. ഇതാണ് നമ്മുടെ തിരക്കഥയുടെ രൂപം. ഇത് ഞാൻ എങ്ങനെ പറയണം, എവിടെ വെക്കണം എന്നുള്ളത് പൂർണ്ണമായും ഞാൻ എടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. അപ്പൊ അത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതിൽ കാണുന്ന ഒരാൾക്ക്. പക്ഷെ അതാണ് ശരിയെന്ന് അവർ വാദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനോട് യോജിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരാൾ കമന്റ് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അതിനെതിരെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് ശരിയല്ല എന്ന് തന്നെയാണ്. അതിൽ ലാലേട്ടനെ ടാർഗറ്റ് ചെയ്താലും എന്നെ ടാർഗറ്റ് ചെയ്താലും ഏതൊരു സിനിമയെ ടാർഗറ്റ് ചെയ്താലും അതൊരു റോങ് ആയിട്ടുള്ള കാര്യമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതൊരു പർട്ടിക്കുലർ കാര്യത്തിന്റെ പേരിലാവരുത്. ഇത് നമ്മള് ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒരു നടൻ അയാളുടെ 1.5 വർഷം എടുത്ത് ഫിസിക്കലിയും മെന്റലിയും എടുത്തിട്ടുള്ള ഒരു എഫേർട്ടിന്റെ റിസൾട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ ഇതുപോലൊരു സിനിമ പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല. അപ്പൊ അത് കാണാതെ പോരുത് ആൾക്കാർ. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ സില്ലി ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതിനകത്ത്. അല്ല, എനിക്കും അതേ അഭിപ്രായമുണ്ട്. അതായത് നമ്മൾ കുറച്ചുകൂടി സെറ്റിലായിട്ടിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ് ഇതൊരു ബഹളത്തിനിടയിൽ ഇരുന്ന് കാണേണ്ട ഒരു സിനിമയല്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിന്റെ ഒരു സെറ്റിംഗ് വർണ്ണിക്കാനെടുക്കുന്ന സമയം അത് കുറച്ചുകൂടി ശ്രദ്ധയോടെ കണ്ടാൽ തന്നെയാണ് നമ്മൾ ആ ലോകത്തേക്ക് എൻ്റർ ചെയ്യുള്ളൂ. അപ്പൊ അതിനുള്ള സമയം നിങ്ങളുടെ മനസ്സിന് കൊടുക്കാവുന്ന ഒരവസ്ഥയിൽ ആ സിനിമ ഇരുന്ന് കണ്ടാൽ കൂടുതൽ ആസ്വദിക്കുന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മൊത്തത്തിൽ എല്ലാവരും ഒച്ചുണ്ടാക്കാതിരിക്കാൻ പറയാൻ പറ്റില്ല. പക്ഷെ ഇറ്റ് വിൽ ബി മോർ എന്റർടൈനിങ്, ഇറ്റ് വിൽ ബി മോർ ഇൻട്രസ്റ്റിംഗ് വെൻ യു വാച്ച് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ സൊനാലി ഡാൻസ് ചെയ്യുന്ന മൈൽ സോങ് അത് ഒരു മറാഠി ലാവ്നി സ്റ്റൈൽ ഡാൻസിന്റെ സ്വഭാവം ഉണ്ടാക്കണം. കാരണം ഒരു വലിയ പ്രദേശത്ത് കൂടെ സഞ്ചരിക്കുന്ന സുഖം കിട്ടണം ഓഡിയൻസിന്. ആക്ടേഴ്സിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്, ഇപ്പോൾ കഥയെ പോലൊരു ആക്ടറെ കൊണ്ടുവന്നിട്ടുള്ളത് ഒക്കെ നമ്മുടെ ഒരു എൻറ്റയർ ഇന്ത്യൻ ടെറൈനായിട്ട് തോന്നാം. ഇതിന് ഉറപ്പായിട്ടും ഇപ്പോൾ വെസ്റ്റിലെ സിനിമകളുടെ സ്വഭാവം, ഇപ്പോൾ ഗുഡ് ബാഡ് അഗ്ലിയുടെയും ഫോർ എ ഫ്യൂ ഡോളേഴ്സ് മോറിൻ്റെയൊക്കെ സ്വഭാവം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് തന്നെയാണ്. നമ്മുടെ തന്നെ പഴയ സിനിമകൾ, നമ്മുടെ അത്ഭുത സിനിമകളായിട്ടുള്ള ഷോലയുടെയും ഷാനിന്റെയും അത്തരത്തിലുള്ള വലിയ സിനിമകൾ നമ്മുടെ ഇവിടെ തന്നെ ന്യൂഡൽഹി ഉള്ള ലാർജർ എക്സ്പീരിയൻസ് തിയേറ്ററിൽ തരുന്ന സിനിമകളുടെ സ്വഭാവം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പാട്ടുകളിൽ അത്തരം സൗണ്ടുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ മെഹബൂബ പോലൊരു സോങ്ങിന്റെ സൗണ്ട് നമ്മൾ ഓർമ്മിപ്പിക്കും ഷോലെ പോലൊരു സിനിമയെ, അതിനുവേണ്ടി വെച്ചിട്ടുള്ളതാണത്. അപ്പോൾ ഈ റാക്ക് പോലൊരു സോങ് ഭയങ്കര നമ്മൾ റെഗുലർലി കേൾക്കാത്ത തരത്തിലുള്ള ലിറിക്കൽ ക്വാളിറ്റിയും ഓർക്കസ്ട്രൽ ക്വാളിറ്റിയും ഉള്ള തരത്തിലുള്ള ഒരു സോങ് ആണത്. ലോഡ് ഓഫ് ടാപ്സ് ഇൻവോൾവ്, ബോഡി ടാപ്പിംഗ്. അപ്പോൾ അതിന്റെ എല്ലാ ആസ്പെക്ട്സിനെയും കഥ എൻജോയ് ചെയ്യുന്നതോടൊപ്പം എൻജോയ് ചെയ്യാൻ തന്നെ നമ്മൾ അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള എലമെന്റുകൾ, സിമിലാരിറ്റി ഒരുപാട് സിനിമകളുമായിട്ട് നിങ്ങൾക്ക് തോന്നിക്കാനാണ് ഈ സിനിമ. കാരണം അതിന്റെ ഡിസൈൻ തന്നെ അങ്ങനെയാണ് ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. നമ്മൾ 70s-ലും 80s-ലും ഇരുന്ന് തിയേറ്ററിലിരുന്ന് കാണുന്ന വലിയ സിനിമയുടെ ശബ്ദവും അകലേന്ന് വരുന്ന കാളവണ്ടിയുടെ ശബ്ദവും ഒക്കെ ഫീൽ ചെയ്യിക്കുക എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള
ഒരു സിനിമയാണ്. നാച്ചുറലി അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ 10 സിനിമ പ്രായമുള്ള ഒരു സംവിധായകനാണ്. അപ്പൊ എന്റെ 10 സിനിമയിലെയും എലമെന്റുകൾ എന്റെ 10ാമത്തെ സിനിമയിൽ എത്തുമ്പോൾ ഉണ്ടാവും. ഇനി ഒരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 10 സിനിമകളിൽ പിന്നെ അതിനകത്തേക്ക് എലമെന്റുകൾ വരും. അത് എൻ്റെ ഒരു ചിന്തയുടെ തുടർച്ചയാണ്. അപ്പൊ അത് അതിനകത്ത് നിർത്തി ഇവിടെ വെച്ചേക്കാം എന്ന് വിചാരിക്കുന്നല്ലാതെ അല്ല. ഇത് നമ്മൾ മനസ്സിലാലോചിച്ചിട്ടുള്ളത് ഇത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിനിമയാണ്. കുറച്ചുകൂടി നമുക്ക് റിലേറ്റബിലിറ്റി ഉണ്ട് ഗ്രൗണ്ട് ലെവലിൽ. അത് കുറച്ചുകൂടി അമാനുഷികതയുള്ള ഒരു സിനിമയായിട്ടാണ് അതിനെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു കഥാപാത്രവും രീതിയുമാണ് അതിൻ്റെ എൻഡിലും കൊണ്ട് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ആ കഥയുടെ തുടർച്ച നാച്ചുറലി അതിനൊത്ത വലുപ്പം, കാല് ചവിട്ടി പൊങ്ങുന്ന തരത്തിലുള്ള വലുപ്പം ആ സിനിമയ്ക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വലിയ ഒരു നന്ദി. ഒറ്റ കാര്യം ഞാൻ പറയണു, 28 ദിവസം തിയേറ്ററിൽ ആള് വരണം. ഇത് ഞാൻ ഉറപ്പായിട്ടും ഞങ്ങളുടെ എൻറ്റയർ ടീം അത് ആഗ്രഹിക്കുന്നു. അത് വലിയ സ്ക്രീനിൽ തന്നെ നമ്മുടെ ഓഡിയൻസ് അത് കാണണം എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്.